ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു ചിക്കൻ റോൾ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ റോൾ നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനൊരു പാൻ വെച്ചു, 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്, സവാള. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിക്കുക. ആവശ്യത്തിനുള്ള സാൾട്ട്, ഉപ്പ് അതും കൂടെ ആഡ് ചെയ്ത്, പിന്നെ അതിലേക്ക് 4 ഗ്രീൻ ചില്ലി, പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിടി വേപ്പില, കറിവേപ്പില, കറി ലീവ്സ്. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടെടുക്കുക. അതായത് ടർമറിക് പൗഡറും സോൾട്ടും ഇട്ട് ബോയിൽ ചെയ്ത ചിക്കനാണ് ക്രഷ് ചെയ്തത്, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഒന്ന് കൂട്ടായി വന്നതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് സിമ്മിലിട്ടെടുത്തിട്ട് വേവിച്ചാൽ സംഗതി ഓക്കെ ആവും. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 കപ്പ് മൈദ, അതായത് 1 കപ്പ് ഫ്ലോറ്, 2 എഗ്ഗ്, മുട്ട, അതും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. പാകത്തിനുള്ള ഉപ്പും വെള്ളവും ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് പാകമാക്കി എടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഇതിന് 2.5 കപ്പാണ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പാൻ വെച്ചു. ഈ ബാറ്റർ ഒന്ന് ദോശ ആക്കിയെടുക്കണം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. അതതിൻ്റെ ഫില്ലിങ്സ് ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി റോൾ ചെയ്യുക. എന്നിട്ടൊരു പശ, മൈദ കൊണ്ട് ഞാൻ ഒരു പശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും അങ്ങോട്ട് മടക്കാം. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് പശ വേണമെങ്കിൽ തേച്ചാൽ മതി. സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തേച്ചതാണ്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തിട്ട് റെഡിയാക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഫില്ലിങ്സ് പുറത്തേക്ക് പോവില്ല. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിക്കൻ റോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഹോട്ടലിൽ നിന്നോ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിച്ചാൽ ഇത് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഒരു മായ ചേർക്കാതല്ലേ നമ്മൾ ഉണ്ടാക്കുക. ഹോട്ടലിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് ഒന്നും നമുക്കറിയില്ല. വീട്ടിൽ തന്നെ എപ്പോഴും തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു. സൺഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് അത് ഇട്ടെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഓളൊന്ന് ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിലല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മുടെ ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്.